മോഹൻലാൽ എന്ന മഹാനടന്റെ ആരാധകരിൽ ഏറെയും അമ്മമാരാണ്. സ്വന്തം മകനെ പോലെ ലാലിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ കേരളത്തിലുണ്ട്. മോഹൻലാലിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അമ്മമാരുടെ വീഡിയോകൾ നിരന്തരം സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലാകാറുണ്ട്. മോഹൻലാൽ സ്ക്രീനിൽ അവതരിപ്പിച്ച മകന്റെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിന് കാരണവും. കുസൃതി കാട്ടിച്ചിരിക്കുന്ന മടിയിൽ തലവെച്ച് കിടന്ന് വർത്തമാനം പറയുന്ന അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന മോഹൻലാലിനെ പോലൊരു മകനെ ആഗ്രഹിക്കുന്ന അമ്മമാരും നിരവധിയാണ്. സിനിമയിൽ മാത്രമല്ല, ജീവിതത്തിലും അമ്മയാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ. അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന ലാലിനെ മലയാളികൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം അമ്മയ്ക്ക് ചുറ്റുമാണ് ലാലിന്റെ ലോകം. അമ്മയെക്കുറിച്ച് പറയാൻ ഒരുങ്ങുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയും, കണ്ടമിടറും. ആദ്യം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന അമ്മ സ്ട്രോക്ക് വന്നതിന് പിന്നാലെ കൊച്ചിയിലേക്ക് പോകുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മയുടെ ചിത്രങ്ങളോ വിവരങ്ങളോ ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. കുറച്ച് ദിവസം മുമ്പായിരുന്നു മോഹൻലാലിന്റെ അമ്മയായ ശാന്തകുമാരിയുടെ പിറന്നാൾ. എന്നാൽ ഷൂട്ടിംഗ് തിരക്കുകളിൽ പെട്ടുപോയതിനാൽ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി കൊച്ചി എളമക്കരയിലെ വീട്ടിൽ മോഹൻലാൽ അമ്മയ്ക്കായി നടത്തിയ പിറന്നാൾ ആഘോഷത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. കസവ് പുടവ് ചുറ്റി ചുവന്ന പൊട്ടും ചന്ദനക്കുറിയുമെല്ലാമായി മകനൊപ്പം പുഞ്ചിരി തൂക്കിയിരിക്കുന്ന ശാന്തകുമാരിയാണ് ചിത്രങ്ങളിലുള്ളത്. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അമ്മ പിറന്നാൾ കൊണ്ടാടിയത്. ഇതിന്റെ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഇതിന് പിന്നാലെ പ്രിയ നടന്റെ അമ്മയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി ആരാധകരാണ് രംഗത്തെത്തുന്നത്. ലാലേട്ടനെ തന്നതിന് നന്ദി, ആശംസകൾ അമ്മ എന്നാണ് പലരും കമന്റുകളായി രേഖപ്പെടുത്തുന്നത്. ഭാര്യ സുചിത്ര, സുഹൃത്തും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂർ, സുഹൃത്ത് സനിൽ, മേജർ രവി തുടങ്ങിയവർ പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. മാത്രമല്ല, ഹിന്ദി റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ സിംഗറിൽ പോയി വിജയിച്ച കൊച്ചു ഗായകൻ ആവിർഭാവ് മോഹൻലാലിന്റെ അമ്മയുടെ മുന്നിൽ പാട്ടുപാടുകയും ചെയ്തു. അസുഖവും വാർദ്ധക്യവും നൽകിയ അവശതകൾ അമ്മയെ അലട്ടുന്നതിനെ കുറിച്ച് പലപ്പോഴായി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. 90 വയസ്സിനടുത്ത് പ്രായമുണ്ടെങ്കിലും മകനടുത്തുള്ളതിന്റെ സന്തോഷം ശാന്തകുമാരിയുടെ ചിരിയിൽ കാണാം. സ്ട്രോക്ക് വന്നതിന് ശേഷം കൊച്ചിയിലാണ് ശാന്തകുമാരി. മോഹൻലാൽ കുടുംബസമേതം ചെന്നൈയിലാണ് താമസം. എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയെ കാണാൻ മകൻ പറന്നെത്തും. ലാൽ അമ്മയെ പോലെയാണെന്നാണ് ആരാധകർ പറയാറുള്ളത്. രൂപത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അമ്മയെ വരച്ചു വെച്ചതുപോലെ. തന്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ അവശതയെക്കുറിച്ചാണ് താൻ ഓർക്കാറുള്ളതെന്ന് മോഹൻലാൽ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. അച്ഛൻ വിശ്വനാഥൻ നായരുടെയും അമ്മ ശാന്തകുമാരിയുടെയും പേരിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ കൂടുതൽ സേവനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. അടുത്തിടെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു. 2007 മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ മരിക്കുന്നത്. മോഹൻലാലിന്റെ ജ്യേഷ്ഠ സഹോദരൻ പ്യാരിലാലും 2000 മരണപ്പെട്ടിരുന്നു. അച്ഛനമ്മമാരിലൂടെയാണ് ഞാൻ ഈ ഭൂമിയുടെ യാഥാർത്ഥ്യത്തിലേക്കും വൈവിധ്യത്തിലേക്കും കൺതുറന്നത്. അവരാണെന്നെ എന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളിലേക്കും പറത്തിവിട്ടത്. അവരാണ് ഞാൻ അലഞ്ഞലഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ കാത്തിരുന്നത്, എന്നെ ചേർത്ത് പിടിച്ചത്, എന്റെ ജീവിതത്തെ സാർത്ഥകമാക്കിയത്. അച്ഛനെന്ന് എനിക്കൊപ്പമില്ല, അമ്മയുണ്ട്, സ്നേഹത്തിന്റെ കടലായെന്നും. എവിടെയിരുന്നാലും മനസ്സുകൊണ്ട് നമസ്കരിക്കാറുണ്ട് എന്നാണ് മാതാപിതാക്കളെക്കുറിച്ച് മുമ്പൊരിക്കൽ മോഹൻലാൽ കുറിച്ചത്.